മലപ്പുറം നിലമ്പൂരിൽ കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിൽ 2 പേർ കൂടി വനംവകുപ്പിന്റെ പിടിയിൽ. അകമ്പാടം മങ്ങാട്ടിരി നന്ദൻ എന്ന സുനിൽകുമാർ, എടവണ്ണ പന്നിപ്പാറ വീക്കെപ്പടി സ്വദേശി അക്കരമൽ ഹംസ എന്നിവരെയാണ് നിലമ്പൂർ റേഞ്ച് ഓഫീസർ KG അൻവർ സംഘവും പിടികൂടിയത്. ഇതോടെ കാട്ടുപോത്ത് കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം 11 സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സമീർ, ഈ വേട്ടക്കാരുടെ സംഘത്തിൽ ഉൾപ്പെട്ടവരാണോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്? ഗോകുൽ, ഈ വേട്ട നടത്താൻ കൂടെ ഉണ്ടായിരുന്ന സംഘത്തിലെ 2 പേർ കൂടിയാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. ജനുവരി 8-നാണ് നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിൽ ഇരുൾക്കുന്ന് വനമേഖലയിൽ വെച്ച് കാട്ടുപോത്തിനെ വേട്ടയാടുന്ന ഒരു സംഭവം ഉണ്ടായത്. തുടർന്ന് വനം വകുപ്പ് ഉടൻ തന്നെ അന്വേഷണം നടത്തി 9 പേരെ പിടികൂടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കേസിൽ നിലവിൽ അകമ്പാടം മാങ്ങാട്ടിരി നന്ദൻ എന്ന സുനിൽകുമാർ 50 വയസ്സാണ്, അതോടൊപ്പം തന്നെ എടവണ്ണ പന്നിപ്പാറ വീക്കെപ്പടി സ്വദേശി അക്കരമൽ ഹംസ എന്നീ 2 പേരെ ഇന്ന് വനംവകുപ്പ് പിടികൂടിയിരിക്കുന്നത്. ഇതോടുകൂടി കാട്ടുപോത്ത് കേസിൽ പിടിയിലായവരുടെ എണ്ണം 11 മാറിയിരിക്കുകയാണ്. ഈ കാട്ടുപോത്തിനെ വെടിവെക്കുകയും ഇറച്ചിയാക്കുകയും ചെയ്ത 2 പേരാണ് ഇപ്പോൾ പിടിയിലായത് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇനി കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. അതായത് അന്ന് തോക്ക് പിടിച്ചെടുത്തിരുന്നു. ഈ തോക്കിന്റെ ഉടമയെ വനംവകുപ്പ് നിലവിൽ കണ്ടെത്തിയിട്ടില്ല. ഇയാൾ കൂടി കേസിൽ പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിൽ വ്യക്തമാക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ തെളിവെടുപ്പിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിൽ ഇപ്പോൾ 11 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഇന്ന് പിടിയിലായത് 2 പേരാണ്.